അധികം നേരമില്ല, അതുകൊണ്ട് ഞാൻ വേഗം വേഗം പറഞ്ഞു തീർക്കാം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ, ഐ മീൻ ലോങ് വീഡിയോ ഇട്ടത് 2 മാസം അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. സൗണ്ട് കേൾക്കണ്ട, സോറിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അലക്കണല്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ വിചാരിക്കും ആഴ്ചയിലൊക്കെ ഒരു ലോങ് വീഡിയോ ഇടണമെന്ന്, പക്ഷേ ലോങ് വീഡിയോ ഇടാൻ മാത്രമായിട്ട് ഒന്നും ലൈഫിൽ നടക്കുന്നില്ല. അതാണ് മെയിൻ കാര്യം, ഒന്നും ഇടാത്തത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഗീവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അനൗൺസ്മെന്റ് ഉണ്ട്. അത് ഇതിൻ്റെ എൻഡിൽ ഞാൻ കാണിക്കാം, കാരണം ഇപ്പോൾ ഒട്ടും നേരമില്ല, വേഗം തന്നെ പുറത്തേക്ക് പോകാനുള്ളതുകൊണ്ടാട്ടോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കണേ. പിന്നെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു 2 കാര്യം ഉണ്ടെന്ന്, ആക്ച്വലി 3 കാര്യം ഉണ്ടായിരുന്നു ഇത്രയും ഡേ നീങ്ങിയിട്ട് ഗീവ് അവേ വെക്കാനായിട്ട്. അതിൻ്റെ ഫസ്റ്റത്തെ കാര്യം ഒബ്വിയസ്ലി നമുക്ക് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഒരു 10 days ഗ്യാപ്പ് ഇട്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. താങ്ക് യു, നിങ്ങളൊക്കെ വിശ്വസിച്ച് പറഞ്ഞു ഞാൻ വിചാരിക്കണു. അപ്പോൾ അതിനെ ഓൾറെഡി ഞാൻ താങ്ക് യു പറയാം. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, മാർച്ച് 22. ഒന്നിട്ട് ഞാൻ ഡേറ്റ് പറഞ്ഞില്ലല്ലോ, ഇന്ന് 22/3/2026 എൻ്റെ ബർത്ത്ഡേ ആട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് 1 year ആയി. എന്തൊരു പെട്ടെന്ന് ആ ദിവസം പോയി. ഇനി ഞാൻ റെഡി ആവണതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. കാരണം ഇന്ന് പാലയൂർക്ക് പോലുണ്ട്. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഇവിടെ മറ്റേ പാലയൂർക്ക് പദയാത്ര പോലുണ്ട്. നടന്നിട്ടല്ല ഞാൻ പോകണം, ഞാൻ കാറിലാണ് പോകുന്നത്. അമ്മ അവിടെ കിടന്ന് വേഗം റെഡി ആവുക, വേഗം ഇറങ്ങണം എന്ന് പറഞ്ഞ് ധൃതി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റെഡി ആവണതിൻ്റെ ഇടയിൽ ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ, ഞാൻ എങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള വിശേഷം പറയാം കേട്ടോ. അതായത് കഴിഞ്ഞ കൊല്ലം ഈ ഒരു സമയം, അതായത് മാർച്ച് 22-ന് തൊട്ട് മുമ്പുള്ള ഒരു വീക്കില്ലേ, ആ ഒരു വീക്കിൽ ആണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഐഡിയ വന്നത്. അതായത് ഐ മീൻ ഡിഗ്രി പഠിക്കുമ്പോഴൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ചാനൽ തുടങ്ങണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും അതിനായിട്ടൊരു ഇനീഷ്യേറ്റീവ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഫോൺ അധികം ക്ലാരിറ്റി ഉള്ളതായിരുന്നില്ല. ഐഫോൺ തന്നെയായിരുന്നു, പക്ഷേ സ്പേസിൻ്റെ ഒക്കെ സ്റ്റോറേജിൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ എന്താ പറയുക, അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമെങ്കിലും ഞാനും വലിയ സീരിയസ് ആയിട്ടൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാനിപ്പോൾ നല്ലപോലെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു ഞാൻ. ഓക്കെ, എന്നിട്ട് ഞാൻ പിന്നെ ലക്ഷ്യയിൽ CMIUS പഠിക്കുന്ന സമയത്താണ്, ആ ഒരു കഴിഞ്ഞ കൊല്ലം ആ ഒരു സമയത്ത് ബർത്ത്ഡേയുടെ ടൈമിൽ ഞാൻ അങ്ങനെ ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ ആലോചിച്ചു, ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ചെയ്യണം, നമുക്കൊരു ചാനൽ തന്നെ തുടങ്ങിയാലോ. ലൈക്ക് ആരോടും അധികം പറയണ്ട, തുടങ്ങിയതിന് ശേഷം ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാവരും അറിയിച്ചാൽ മതി. ആ രീതിക്ക് ഞാൻ ആരോടും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു, ശിവാനി, എൻ്റെ വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ആദ്യം പറഞ്ഞു, എൻ്റെ ക്യൂരിയോസിറ്റി ഒക്കെ ഞാൻ മറ്റെങ്ങനെ എങ്ങനത്തെ വീഡിയോസ് ഇടണം, ഏത് ടൈപ്പ് ഇടണം, എങ്ങനെ വീഡിയോ എടുക്കണം, ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ച് വേറൊരു ലോകത്തായിരുന്നു ഞാൻ ആഴ്ച മൊത്തം. അപ്പോൾ ഞാൻ ശിവാനിനെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, ഞാൻ മിക്കതും അന്ന് തന്നെ തുടങ്ങും, ഇത് സൺസ്ക്രീനാണേ, അന്ന് തന്നെ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവളും ഓക്കെ നീ തുടങ്ങുക, നീ അത്ര ലേറ്റായി നീ തുടങ്ങും മുത്ത, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ ഫുൾ സപ്പോർട്ട്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ ചെയ്യണത്. അപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മയും അതെ ഫുൾ സപ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേയുടെ അന്നൊക്കെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ എന്തൊക്കെ ആവശ്യത്തിനൊക്കെ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോഴും ഞാൻ മറ്റേ 2 വീലറിൽ അമ്മയും കൊണ്ടുപോകാം. എന്നെ കൊണ്ടുപോയി ഞാൻ മറ്റേ ചിരിച്ച് ഭയങ്കര ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. അന്നാണ് ശരിക്കും എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് വെച്ചിട്ടാണ് ഞാൻ തിരിച്ചത്, പക്ഷെ അന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ബ്ലഷ് ചെയ്ത് ചിരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി ഓടിക്കാം. ഞാൻ പൊതുവെ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ട് ഞാൻ പോവാറ്. ഒന്ന് കാണുകയാണെങ്കിൽ വട്ടാണെന്ന് വിചാരിക്കരുത്, അതിൻ്റെ ഒരു എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് അഖില. അപ്പോൾ ശിവാനി അഖിലയുടെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾ ചാനൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവൾക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ പുതിയതായിട്ട് ഇങ്ങനത്തെ ഓരോന്ന് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ പിന്നെ അവൾ അന്നൊരു ഞാൻ പറഞ്ഞു ബർത്ത്ഡേയുടെ എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് വേണമല്ലോ ഇടാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ നേരെ അവളുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അവളുടെ വീട് ഇവിടെ അടുത്താട്ടോ. അങ്ങനെ ഞാൻ അവളും കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുള്ളുപാടത്തേക്ക് പോയി. ഇവിടെ അടുത്ത് തന്നെ പുള്ളുപാട്, 5 കിലോമീറ്റർ തന്നെ ഉള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ പിന്നെ വീഡിയോസൊക്കെ എടുത്തു. ഞാൻ വേണമെങ്കിൽ വീഡിയോയിൽ അവിടെ ടാഗ് ചെയ്ത് കേട്ടോ. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ എൻ്റെ ബർത്ത്ഡേയുടെ കഴിഞ്ഞ കൊല്ലത്തെ, അതൊന്ന് കാണാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. അത് പക്കാ സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടാണ് ഞാൻ അത് പറഞ്ഞേക്കുന്നത്. മൊത്തത്തിൽ അവളും ഉണ്ടായിരുന്നു അന്ന്. ഓക്കെ, അത് അവിടേക്ക് എത്തിക്കാണ്ട് ഞാൻ വേറെ പറയാം. ഇടയിൽ എന്നിട്ട് ഞാൻ എന്തൊരു മന്ന ബുദ്ധിയാ നോക്കി, ഞാൻ ഇത്ര നേരമായിട്ട് മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കിട്ടിയാവോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ടേ ബാക്കി പറയട്ടെ, എവിടെ വരെ എത്തിയേ? എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തു. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇടണം, അന്ന് തന്നെ എനിക്ക് ഇടണം, ബർത്ത്ഡേയുടെ അന്ന് തന്നെ എനിക്ക് ഇടണം എന്ന ഒരു എഡിറ്റ് ചെയ്യണ ആപ്പ് എൻ്റെ കയ്യിലില്ല. എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നോ എനിക്കറിയില്ല, എങ്ങനെ വോയിസ് ഓവർ കൊടുക്കാമെന്നോ എനിക്കറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ വീഡിയോ ഇടണം, ഇതാണ് വീഡിയോ അന്ന് തന്നെ ഇടണം. പക്ഷെ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അവളന്ന് നൈറ്റ് എൻ്റെ വീട്ടിൽ നിന്നു. അഖില എൻ്റെ വീട്ടിൽ നിന്ന് നൈറ്റ് സ്റ്റേ ചെയ്തു കഴിഞ്ഞിട്ട്
അന്ന് നൈറ്റ് ഞങ്ങൾ എടുത്ത വീഡിയോസൊക്കെ കൂടെ അവളാണ് എനിക്ക് അവൾ പിന്നെയും എഡിറ്റ് ചെയ്യാറുണ്ട്. കുട്ടി കുട്ടി വീഡിയോസൊക്കെ അവൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അവളാണ് എനിക്ക് ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുക, ക്യാപ് കട്ട് എനിക്ക് അവളെ ഡൗൺലോഡ് ചെയ്തിരുന്നത്. ക്യാപ് കട്ട് നമ്മുടെ കൺട്രിയിൽ ബാൻഡാണ്. അപ്പോൾ അത് ഞാൻ വി പി എൻ എൻ്റെ ഇല്ല, വി പി എൻ എന്താണെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. എന്നിട്ട് അവളെനിക്ക് വി പി എൻ ഡൗൺലോഡ് ചെയ്ത് തന്നു. ഇതാട്ടെ ഞാൻ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യണ ലിപ്പം കഴിയാറായി. എന്നിട്ട് വി പി എൻ അവളെനിക്ക് ഡൗൺലോഡ് ചെയ്ത് തന്നിട്ട് ഇത് ആപ്പ് യൂസ് ചെയ്യണ മുമ്പ് വി പി എൻ ഓൺ ആക്കിയിടണം. എന്നിട്ട് വേണം അത് എഡിറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കാര്യത്തിനിടെ ഒരു പുട്ട് കച്ചവടം അങ്ങനെ എന്തോ ഇല്ലേ, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അവളെനിക്ക് പഠിപ്പിച്ചാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 12 മണി കഴിഞ്ഞു. അന്ന് നൈറ്റ് 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി 23 എന്ന് പറയാം, പക്ഷെ ഞാൻ 22 എന്ന് പറയാം. 22 ഞാൻ പ്ലാൻ ചെയ്ത് എഡിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അതെന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ ഉണ്ടാവണം അതിൻ്റെ സ്ക്രിപ്റ്റ്. ലൈക്ക് പക്കാ ഞങ്ങൾ നോട്ടിൽ എഴുതി എന്ത് പറയണം എന്ന് എഴുതി എടുത്ത വോയിസ് ഓവർ കൊടുത്ത വീഡിയോ. എന്തൊരു അല്ലേ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. എത്ര വട്ടം റീടേക്ക് എടുത്തിട്ടാണെന്നറിയോ ഞാൻ ആ വോയിസ് ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡെഫിനറ്റ്ലി അതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് അത് ഇപ്പോഴത്തെ ഒരു ഞാൻ തന്നെ പ്രോത്സാഹിപ്പിക്കാം, കണ്ടു നോക്കുക. നക്കി അന്ന് വീട്ടിൽ സ്റ്റേ ചെയ്ത്, ഐ മീൻ ഞങ്ങളാക്കിയില്ല, എന്നെ നക്കി നട്ടോളിക്ക് അവൾക്ക് തീരെ ഇഷ്ടമല്ല. എന്നാൽ എൻ്റെ വയൽ അങ്ങനെ വന്നു പോണേ. അവളില്ലായിരുന്നെങ്കിൽ ആ വീഡിയോ ഒന്നും അപ്ലോഡ് ആവില്ലായിരുന്നു. കാരണം എനിക്ക് സീരിയസ്ലി എനിക്ക് ഒരു അന്തം കൊണ്ടുമില്ല. കോമഡി എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതെങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അറിയണില്ല. യൂട്യൂബിൽ അതെങ്ങനെയാണ് ഞാൻ വെച്ചാൽ യൂട്യൂബിൽ വേറെ എന്തെങ്കിലും ചെയ്ത് വെക്കണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷേ നോക്കി പിടിച്ചാൽ അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ സാധാരണ പോലെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്യില്ല ഓരോന്ന്, അതേപോലെയൊക്കെ തന്നെ അപ്ലോഡ് ചെയ്താൽ മതി. ഒക്കെ എളുപ്പം. അങ്ങനെ അവളില്ലായിരുന്നുവെങ്കിൽ അന്ന് അത് നടക്കില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ബോറടിച്ചോ നിങ്ങൾക്ക്? ഞാൻ ഇങ്ങനെ ക്യാമറയിൽ നോക്കി സംസാരിക്കില്ല, ഭയങ്കര കുറവാണ്. കൂടുതലും വോയിസ് ഓവർ അല്ലേ കൊടുക്കാറ്. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് മര്യാദയ്ക്ക് ക്യാമറയിൽ നോക്കി ഞാൻ സംസാരിക്കും. ഞാൻ ചെയ്ത് ഇങ്ങനെ ഇന്നലെ തന്നെ പ്രിപ്പയർ ചെയ്ത് ഞാൻ ഇരിക്കണുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഹറിബറി എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഇന്നലെ റെനിയുടെ കാജൽ ഞാൻ മേടിച്ചതാണ്. ഇത് എൻ്റെ ഇൻസ്റ്റയിൽ മൊത്തം ഈ സാധനം വന്ന് കിടക്കണേ, ഡാർക്ക് ജെൽ എന്ന് പറഞ്ഞിട്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചത്. എഴുതട്ടെ, ഇതിൻ്റെ എഴുതുന്നതിൻ്റെ ഇടയിൽ ഞാൻ വർത്താനം പറയില്ല. പിന്നെ കുളം ഞാൻ വർത്താനം പറയണ്ടല്ലോ. ഇത് സാധാരണ കാജൽ പോലെ തന്നെയല്ലോ, വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. സാധാരണ തന്നെയല്ലേ ചെയ്യാറുള്ളതാട്ടോ. അതായത് കാജൽ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഐലൈനർ എഴുതിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പരന്നു പോവില്ല. അപ്പോൾ എനിക്കങ്ങനെ ഇഷ്ടം. അത് കുറച്ചും കൂടി ഒരു ഡാർക്കായിട്ട് നിൽക്കും ചെയ്യും. ഓർമ്മ പണ്ട് ബർത്ത്ഡേ ആയി കഴിഞ്ഞാൽ രാവിലെ പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ കുളിച്ച് പള്ളി പോയി കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കണ്ടാവുക. എന്നിട്ട് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് മിഠായി അയൽവക്കക്കാർക്ക് കൊണ്ടുവരുന്ന ഒരു ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ പണ്ടും ഞങ്ങൾ മറ്റേ കേക്കൊന്നും മുറിക്കാറില്ല ബർത്ത്ഡേക്ക്. ഇവിടെ ആരുടെ ബർത്ത്ഡേക്ക് അങ്ങനെ കേക്ക് മുറിക്കാറില്ല, കാരണം ഞങ്ങൾ ആരും കേക്ക് കഴിക്കുന്നവരല്ല. പിന്നെ ഈ മാർസിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ ഇന്നലെ പർച്ചേസ് ചെയ്തതാണ്. ഒരു ഗ്ലാംസിൽ നിന്ന് പറഞ്ഞിട്ടൊരു വെസ്റ്റ്ഫോർഡില്ല, നടുവിലായാലും ഒരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ബ്രാൻഡ്സിനും ഒരു 50 or 20% ഓഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. ഒരു പിന്നെ മേടിച്ച് എൻ്റെ 02 എന്ന് പറഞ്ഞൊരു 2 hearts നടുവ് ഷെയ്ഡാട്ടോ. 02 hearts. ഇഷ്ടപ്പെട്ട ഷെയ്ഡ്. ഞാൻ വേഗം പോകാൻ നോക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ അമ്മ അവിടെ കിടന്ന് ചീത്ത പറയും. ഇന്ന് നമുക്ക് ഈസ്റ്ററൊക്കെ ആയിട്ട് ഈ ഒരു സമയത്ത് നമുക്കിങ്ങനെ പദയാത്ര പോലെ ഓരോ പള്ളിക്ക് ഉണ്ട്. പക്ഷേ തൃശ്ശൂരിൽ ഇപ്പോൾ പാലയൂർക്കെന്നാണ് പള്ളിയായിട്ട് കഴിഞ്ഞൊരു 29 വർഷമായിട്ട് നടന്നു പോകാറ്. അതെന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു എങ്ങനെ 30-ന്റെ കിലോമീറ്റർ ഉണ്ട് ആ പള്ളിയിലേക്ക്. അപ്പോൾ ഞങ്ങൾ നടന്നിട്ടല്ല പോകുന്നത്, ഞങ്ങൾ കാറിലാണ് പോകുന്നത്. ഇപ്പോൾ എല്ലാ വർഷവും അങ്ങോട്ട് പോകാമെന്ന് അമ്മ നേർന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ ലേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ അമ്മ ചീത്ത പറയും. ബാക്കി വിശേഷങ്ങൾ ഞാൻ വന്നിട്ട് കാണിക്കാം. ഇനി പറ്റാൻ ഞാൻ അവിടുത്തെ ക്ലിപ്സും കാണിക്കാം. അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചില്ലല്ലോ, അത് ഞാൻ കാണിച്ചു. ഈ ഡ്രസ്സ് ആക്ച്വലി എനിക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ മേടിച്ചത് അപ്പോഴത്തെ ഗിഫ്റ്റ് ആയിട്ട്. തോമസ് ലിഹയുടെ പല്ലയൂരുള്ള പള്ളിയാട്ടോ. ഇവിടെ പദയാത്രയായിട്ട് ആൾക്കാരൊക്കെ വരാറുണ്ട് ഈ നോമ്പ് കാലത്ത്. ഞങ്ങൾ നടന്നിട്ടല്ല കേട്ടോ വന്നേ. അപ്പോൾ അധികം ക്ലിപ്സ് ഒന്നും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല, വേറെ ഒന്നും കൊണ്ടല്ല, നല്ല തിരക്കിൽ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാട്ടോ. ഇതിനെക്കുറിച്ച് അധികാരികമായി പറയാൻ എനിക്കൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ അവിടുത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള നോട്ട്സുകൾ ഉള്ളത് ഞാൻ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വായിക്കാൻ താല്പര്യമുള്ളവർ വായിച്ചു നോക്കട്ടോ. ഹലോ, അപ്പം ഞാൻ പാലയൂരിൽ നിന്ന് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുള്ളൂ കേട്ടോ. അവിടെ ഭയങ്കര തിരക്കും ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഞാൻ അധികം ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല. പറ്റുന്ന കുറച്ച് തിരക്കൊഴിഞ്ഞ ഭാഗത്തുനിന്ന് കുട്ടി 2-3 ക്ലിപ്സ് എടുത്തു തന്നെയുള്ളൂ.
ഇനി ഞാൻ പോയിട്ട് ഗിവ് അവയുടെ ഐറ്റംസ് സെറ്റ് ആക്കട്ടെ. അതിന് വിന്നേഴ്സിന് ഞാനിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുള്ളൂ. പക്ഷേ എനിക്ക് ഏകദേശം ഒരു ഊഹമൊക്കെ ഉണ്ട്. ഞാനത് കണ്ടുപിടിച്ചിട്ട് തരാം. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ എനിക്ക് കഴിഞ്ഞ ആഴ്ച, അതായത് കഴിഞ്ഞ ആഴ്ച എൻ്റെ കോളേജിൽ അലുമിനി മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിനെ പോയിട്ട് ഞാൻ പിറ്റേ ദിവസം അന്ന് നൈറ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ കൂടെ എനിക്ക് ഗിഫ്റ്റും കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ വാ. അപ്പോഴേക്കും ഞാനിവിടെ ഗിവ് അവയുടെ കാര്യം സെറ്റാക്കി വയ്ക്കും. ഓക്കെ. അപ്പോൾ ഒന്ന് കഴിഞ്ഞ ശിവാനിയുടെ അനിയനാട്ടോ. അവൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന കേസ് എനിക്കറിയായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ അതൊക്കെ മുൻപേ ഗസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാനും എൻ്റെ ബർത്ത്ഡേ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകാറുണ്ടായി. അതുകൊണ്ട് ഇത് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ അച്ഛൻ അയ്യോ 2 പേര് 2 സ്ഥലത്തൊക്കെ കൊടുക്കല്ലേ. പിന്നെ അവർ തന്ന ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സൺസെറ്റ് ലാമ്പും പിന്നെ ഒരു റിംഗ് ലൈറ്റും. അപ്പോൾ അത് നിങ്ങൾ കുറേ പേര് കണ്ടിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി എന്തൊരു ലക്കിയാ, ചേച്ചിക്ക് എന്ത് നല്ല ഫ്രണ്ട്സാണ്. അത് ഞാൻ സമ്മതിക്കണോ, ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആട്ടോ എനിക്ക് ഇത്ര നല്ല ഫ്രണ്ട്സിനെ കിട്ടിയത്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊന്നും ഇപ്പോൾ ഇല്ല, വളരെ എണ്ണാൻ പറ്റുന്ന കുറച്ച് പേരൊക്കെ തന്നെയുള്ളൂ. അവർ ഉള്ളതിൽ എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു കമൻറ്റ് കണ്ടിരുന്നു, 5 രൂപയുടെ മഞ്ച് പോലും എനിക്ക് ഇതുവരെയായിട്ട് ഒരു ഫ്രണ്ട്സ് മേടിച്ച് തന്നിട്ടില്ല എന്നൊക്കെ ഒരു കുട്ടി കമൻറ്റ് ഇട്ടതാ. അപ്പോൾ എടാ സമയം ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ഭയങ്കര കുഞ്ഞല്ലേ, സമയമാകുമ്പോൾ നിങ്ങളും ഇതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യൂട്ടോ. ആ വീഡിയോസൊക്കെ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കണു. ഇത് നിങ്ങൾ ശരിക്കും ബർത്ത്ഡേ വ്ളോഗ്സ് ഒന്നും എക്സ്പെക്ട് ചെയ്തത്, അങ്ങനത്തെ ടൈപ്പ് വ്ളോഗ്സ് എക്സ്പെക്ട് ചെയ്ത് കാണുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ബോറടിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഈ വീഡിയോയ്ക്കകത്ത്. കാരണം എൻ്റെ വീട്ടിൽ പൊതുവേ അങ്ങനെ ആരുടെ ബർത്ത്ഡേക്കും കേക്ക് കട്ട് ചെയ്യാറില്ല. ഞങ്ങൾക്ക് ആർക്കും കേക്കൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഞങ്ങൾ വയ്ക്കാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ മധുരം ഞാനും പപ്പയും തൊട്ടില്ല. ഞങ്ങൾക്ക് അധികം മധുരം ഇഷ്ടമില്ല. പിന്നെ അമ്മയാണ് പിന്നെയും മധുരം കഴിക്കുന്ന ആൾ. പക്ഷെ അമ്മ കേക്ക് കഴിക്കില്ല. ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലത്തെ ആൾക്കാർ. അതുകൊണ്ട് കേക്ക് മുറിക്കലൊന്നും ഇവിടെ ഒന്നും അങ്ങനത്തെ ഒന്നും ഇല്ല. പിന്നെ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു ഡേ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി മെയിൻ കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ വലിച്ചു നീട്ടണമൊന്നുമില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അറിയാലോ, ഗിവ് അവയുടെ കേസ്. ഓക്കെ, ഇതിന് മുമ്പായിട്ട് ഞാൻ പറയട്ടെ, കിട്ടാത്തവർ, ഞാൻ എപ്പോഴും പറയാറുള്ളതിന്, കിട്ടാത്തവർ വിഷമിക്കണ്ട. ഗിവ് അവേ അല്ലേ, ചെറിയൊരു ഗിഫ്റ്റ് അല്ലേ, അത് നമുക്ക് ഇനിയും വെക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് ഗിവ് അവേസ് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ പ്ലാൻഡ് ആയിട്ടുള്ള ഗിവ് അവേകൾ ഞാൻ വെക്കാറുണ്ട്. എന്നെ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി അറിയാം. എന്തായാലും ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കാൻ നിൽക്കണ്ട. അടുത്തതിൽ എന്തായാലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഗിവ് അവേ ഇട്ടതിന് ശേഷം ഒരു ഹ്യൂജ് റെസ്പോൺസ് ആയിരുന്നു എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സ് നിറച്ചു. അതങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ രാവിലെ എണീറ്റ് അപ്പം തന്നെ നോക്കുന്ന കാര്യം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എത്ര കൗണ്ട് കൂടിയിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഇതാ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ഈ ഒരു പേജില്ലേ 74, ഈ ഒരു പേജ് ഞാൻ ലാപ്പ് ലോക്ക് ഔട്ട് ചെയ്യാറില്ല. ഞാൻ സ്ലീപ്പിലാണ് എപ്പോഴും ഇടാറ്. ലൈക്ക് ഷട്ട് ഡൗൺ ചെയ്യാറില്ല, ഞാൻ സ്ലീപ്പിൽ എപ്പോഴും ഇടാറ്. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ആണെങ്കിൽ എൻ്റെ ബെഡിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ ആദ്യം തുറന്നു നോക്കുന്നത് ഈ ഒരു പേജ് ആയിരിക്കും. സബ്സ്ക്രൈബർ കൗണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കറൻ്റ്ലി 6274 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആട്ടോ. ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പം പറഞ്ഞിരുന്നു എനിക്ക് റിപ്പീറ്റേഷൻ തന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്നാലും ഞാൻ പറയാം, ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഇടുമെന്നും ഇത്ര ഡെഡിക്കേഷനിൽ ഇത് ചെയ്യുന്ന ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിടം വരെ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി തന്നെയാണ്. ഒരു 6000 പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹ്യൂജ് കൗണ്ടായിട്ട് കേട്ടോ ഞാൻ കാണുന്നത്. അല്ലാണ്ട് 0 തുടങ്ങിയതാണല്ലോ. അപ്പോൾ 6000 എത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഗിവ് അവേ ഇട്ട സമയത്ത് നിങ്ങളുടെ റെസ്പോൺസ് ഭയങ്കര എന്നെന്താ ഓവർവെൽംഡ് ആക്കി. സീരിയസ്ലി എന്നെങ്ങനെ ആക്കി. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു പേജ് എടുത്ത് നോക്കും. പുറത്തു പോയി വന്നാൽ തന്നെ അത് ഞാൻ ഫോണിലായിരിക്കില്ല ഞാൻ നോക്കണ്ടാവും. എനിക്ക് ഇതിലിങ്ങനെ ലൈവ് കൗണ്ട് കയറി പോകണതില്ലേ, അത് കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഫോണിൽ നോക്കാണ്ട് ഞാൻ ഇതിൽ വന്നിട്ട് നോക്കാം. അപ്പോൾ അതിനെ കൗണ്ട് കയറി കാണുമ്പോൾ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇവിടെ പറയട്ടെ, ഞാനിതെങ്ങനെ ഫിൽറ്റർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ആ ഗിവ് അവേക്ക് ഇട്ട കമൻസിൽ, ആ ഇട്ട ഗിവ് അവയുടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആ വീഡിയോയ്ക്കകത്ത് ഒരു 300 സംതിങ് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടെൻഷനായി, ദൈവമേ 300 സംതിങ് പേരോ, ആകെ 5 പേർക്ക് കൊടുക്കാതെ എൻ്റെ ഉള്ളൂ, ഇതിൽ ഞാൻ എങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കുന്നതായിരുന്നു പിന്നെ എൻ്റെ ആദ്യത്തെ കൺഫ്യൂഷൻ. പിന്നെ ഞാൻ വിചാരിച്ചു, നമ്മൾ ഇത്ര ടൈം ലൈൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡെയിലി എൻ്റെ വീഡിയോസിനെ കമൻറ്റ് ഇടുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ നോക്കിയപ്പോഴും കുറേ പേര് ഡെയിലി ഇട്ടിട്ടുണ്ട്. ഈ 5ലും കൂടുതൽ ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് ഡെയിലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. പിന്നെ ഞാൻ ഒന്നും കൂടി ഇങ്ങനെ ഇരുത്തി നോക്കിയപ്പോഴാണ്
അതിൽ കുറേ പേര് ചില വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുണ്ട്, അൺഫോർച്ചുനേറ്റ്ലി മിസ്സായി പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ കുറേ കമൻറ്റ്സ് ഇട്ടു. പിന്നെ ഞാൻ ഇമോജി മാത്രം ഇട്ടവരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ. വിഷമമൊന്നും തോന്നരുത്, ആകെ 5 പേർക്ക് കൊടുക്കാനുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്ക്രീനിങ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ ഇമോജീസ് മാത്രം ഇട്ടവരെ ഞാനിന്ന് സൈഡാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു ഗിവ് അവേയിൽ പരിഗണിക്കാം. അപ്പോൾ അതല്ലാത്തവർക്ക് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാണ്, കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട. നമുക്ക് ഇനിയും ഗിവ് അവേസ് ഞാൻ വെക്കും, അതിൽ പങ്കെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഹന്ന റോസ് ആണ്. ഞാനിവിടെ ഐഡിയകൾ ഞാനിവിടെ സൈഡിലായിട്ട് ഞാൻ കൊടുക്കാം കേട്ടോ, പേര് വായിക്കുന്നവരുടെ. പിന്നെ അലീന തോമസ്, ശ്രീതു ശ്രീ, ഫസീല ബഷീർ, ജിജിത അനിൽകുമാർ. ഇവരുടെ ഒക്കെ കമൻറ്റിൻ്റെ കൗണ്ട് തന്നെ ഞാൻ പറയട്ടെ, 200, 500, 600 ഇത്രയും കമൻസുകൾ ഇട്ടിട്ടുണ്ട്. ഒരു കമൻറ്റ് ഇടാൻ ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യാം. ഒരു കമൻറ്റ് ഇടാനായിട്ട് ഇപ്പോൾ ഒരു കമൻറ്റ് ഇട്ട് ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ 1 മിനിറ്റ് എടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ 600 കമൻറ്റൊക്കെ ഇട്ടവർ 600 മിനിറ്റ് എനിക്ക് വേണ്ടി അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. മീൻസ് പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഭയങ്കര ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. ഈ ജിജിത, അനിൽകുമാർ, ശ്രീതു ഒക്കെ അറൗണ്ട് 600 റേഞ്ച് കമൻസുകൾ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിൽ ഇപ്പോൾ കറൻറ്റ് വീഡിയോ കൗണ്ട് എന്ന് പറയുന്നത് 321 ആണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, അതിൻ്റെ ഡബിൾ. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ അവർക്ക് കൊടുക്കാണ്ട് വരുന്ന വൃത്തിയില്ല. എന്തായാലും ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാട്ടോ അവർക്കൊക്കെ. പിന്നെ അലീന തോമസ് ആണെങ്കിലും ഈ ഒരു റേഞ്ച് ഇട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരിൽ നിന്നാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. ലൈക്ക് ആ ഗിവ് അവേയുടെ വീഡിയോ ഇട്ടത് തൊട്ട് ഇന്നിട്ട വീഡിയോസിൻ്റെ അടിയിലത്തെ കമൻറ്റ് സെക്ഷൻസ് നോക്കിയിട്ടാട്ടോ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഇമെയിൽ ID പിന്നെ ഇൻസ്റ്റ ID ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് അയച്ചു തരണം. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് സെൻഡ് ചെയ്തേക്കാം. പിന്നെ അഡ്രസ്സ് അയക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഏജും കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തോളൂ. കാരണം എനിക്ക് ഏത് ടൈപ്പ് ഗിഫ്റ്റ് അയക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ അഡ്രസ്സ് അയക്കണേ. പിന്നെ ഫോൺ നമ്പർ വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഞാൻ ഇനി അധികം വലിച്ച് നീട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റിൻ്റെ അടുത്തോളം ഈ വീഡിയോയുടെ ലെങ്ത് പോയിട്ടുണ്ട്. അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും താങ്ക് യു. ഗിവ് അവേ കിട്ടാത്തവർ ആരും വിഷമിക്കാൻ നിൽക്കണ്ട. ഇനിയും ഞാൻ വെക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്.